ഹലോ, വെൽക്കം ബാക്ക് ടു എൻ്റെ പോയിൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയ്ച്ചോറാണ്. വളരെ എളുപ്പത്തിൽ കുക്കറിൽ നമുക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കാം. വീഡിയോ കണ്ട് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് എടുത്തു വെച്ച കുക്കറ് ഒന്ന് ചൂടാക്കാൻ വെക്കാം. വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോട്ടെ. അപ്പം നന്നായിട്ട് ചൂടായി, കുക്കറിനകത്തെ വെള്ളമയമൊക്കെ പോയി. അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സൺഫ്ലവറിൻ്റെ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സെയിം അളവിൽ തന്നെ സൺഫ്ലവറിൻ്റെ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പം നമ്മൾ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പട്ട ചേർത്ത് കൊടുക്കണം. പിന്നെ ഗ്രാമ്പു, ഏലക്കായ, ഇതെല്ലാം കൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. നെയ്യിലേക്കും ഈ ഓയിൽ ഒഴിച്ച് കൊടുത്തല്ലോ, അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് സത്വം നമുക്ക് അതിലേക്ക് ഇറങ്ങത്തില്ല. അപ്പം നെയ്ച്ചോറിനാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ചോറിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. വളരെ എളുപ്പത്തിൽ ഒരുപാട് പണികളൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ നെയ്ച്ചോറാണ് കേട്ടോ. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി വരികയും ചെയ്യും. ഇത് നന്നായിട്ടൊന്ന് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറിയ കളർ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് സവോള ഇവിടെ നന്നായിട്ട് കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മതിയാവും. ഇതിലേക്ക് നമുക്കിനി പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5.5 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കുക്കറിലായതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം കുറച്ച് ചേർക്കുക. അതുകൊണ്ട് ഞാൻ 5.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും കുക്കറിലാകുമ്പം 1/2 ഗ്ലാസ് വെള്ളം കുറച്ചേ ചേർത്താൽ മതി. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായി ഉറയ്ക്കാൻ തുടങ്ങി. നമുക്കതിലേക്ക് കഴുകി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നെയ്ച്ചോറിന് കൈമ റൈസ് ആട്ടോ ബെസ്റ്റ്. കൈമ റൈസ് കൊണ്ടാണ് സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. വലിയ അരി നമുക്ക് നെയ്ച്ചോറിന് കൊള്ളത്തില്ല. അപ്പോൾ നെയ്ച്ചോറിന് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ചെറിയ അരി വാങ്ങുക. കുക്കറിൽ വെക്കുമ്പോൾ സെയിം ഗ്ലാസ്സിന്, ഏത് ഗ്ലാസ്സിനാണ് നമ്മൾ അരി എടുക്കുന്നത് ആ സെയിം ഗ്ലാസ്സിന് ഇരട്ടി വെള്ളമാണ് നമ്മൾ സാറ വെക്കുന്നത്. അപ്പം കുക്കറിലാകുമ്പം 1/2 ഗ്ലാസ് വെള്ളം എല്ലാവരും കുറച്ച് വെക്കുക. അപ്പം നമ്മുടെ റൈസ് നല്ല പാകമായിട്ട് വെന്ത് വരും. അരി ഇട്ട് കൊടുത്ത ശേഷം തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുക്കറ് അടച്ചു വയ്ക്കാം. കുക്കർ അടച്ചു വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫിസിൽ വേണ്ട. ഫിസിൽ ഊരി മാറ്റിയ ശേഷം നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഫ്ലെയിമൊന്നും കുറയ്ക്കേണ്ട. അപ്പം ഇത് നന്നായിട്ടൊരു ആവി ഇങ്ങനെ നന്നായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യണം. അപ്പോൾ ആവി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നന്നായിട്ട് ആവി മുകളിലോട്ട് പോകുന്നത് കണ്ടോ. ഈ സമയത്ത് നമുക്ക് കുക്കറ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫിസിൽ ഇട്ട് കൊടുക്കാം. ഇതിവിടെ വയ്ക്കുക, മാറ്റി വയ്ക്കുക. ഇതിന് പ്രഷർ നന്നായിട്ട് ഫുൾ പോയി കഴിയുമ്പോൾ നമുക്കെടുത്ത് താത്ത് വെച്ച് തുറക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ പ്രഷർ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ ചോറ് പാകമായിട്ടുണ്ടോ? വാ, നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ നന്നായിട്ട് അടിപൊളിയായിട്ട് കറക്റ്റ് പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ നിങ്ങളും നെയ്ച്ചോറ് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് പരുവത്തിൽ നമുക്ക് വെന്ത് വരും. അപ്പോൾ നമ്മൾ ഇരട്ടി വെള്ളം വെക്കേണ്ട, 1/2 ഗ്ലാസ് വെള്ളം എപ്പോഴും കുറച്ച് വയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും എന്തായാലും ചെയ്ത് നോക്കുക. കമൻസൊക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോസിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.